ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിവിൽ എഡ്യൂടെക് ഫ്രണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഡിസൈൻ പീരിയഡ്സ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസൈൻ പീരിയഡ്സ്, പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. നമുക്ക് എല്ലാ ടോപ്പിക്സും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ടോപ്പിക്കാണ് ഡിസൈൻ പീരിയഡ്സ്. ഇപ്പോൾ നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം അഥവാ വാട്ടർ സപ്ലൈ സിസ്റ്റം ഒക്കെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മുടെ സാധാരണ ബിൽഡിങ്ങിൻ്റെ ഓരോ ഡിസൈൻ്റെ കേസിൽ നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ നോക്കും അല്ലേ. അതായത് നമുക്ക് സാധാരണ വേണ്ട ഡയമെൻഷനേക്കാളും കുറച്ചുകൂടെ കൂട്ടി ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ, അതായത് 1.5 കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ വാല്യൂസ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ അൾട്ടിമേറ്റ് സ്ട്രെസ്, അൾട്ടിമേറ്റ് ബെൻഡിങ് മൊമെൻ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ വാട്ടർ സപ്ലൈ സ്കീമിലും ഈ ഒരു സേഫ്റ്റി നോക്കണം. അപ്പോൾ അതിൻ്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മളൊരു വാട്ടർ സപ്ലൈ സിസ്റ്റം ഉണ്ടാക്കാൻ. നമ്മൾ ആദ്യം മനസ്സിൽ ഓർക്കേണ്ട കാര്യം, നമ്മുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനേക്കാളും കുറച്ചുകൂടെ സൈസ് കൂടുതലുള്ളതായിരിക്കണം. അതായത് പിന്നീട് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി പോരാ എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഈ വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ സൈസ് നമുക്ക് കൂട്ടാൻ സാധിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ കമ്പോണൻസിൻ്റെ കൺസ്ട്രക്ഷനും അതുമാത്രമല്ല ഈ കമ്പോണൻസിൻ്റെ പ്രൈസും ഒക്കെ കൂടുതലാണ്. പിന്നീട് നമ്മളതൊന്നും കൂടെ കൺസിഡർ ചെയ്ത് അതിൻ്റെ ഡയമെൻഷനൊക്കെ കൺസിഡർ ചെയ്ത് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് പണിയാന്ന് വെച്ചാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആദ്യം തന്നെ നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ്സൊക്കെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും. ഫ്യൂച്ചർ പീരീഡ് ഓഫ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ഡിസൈൻ്റെ കാര്യത്തിൽ. ഇനി ഫ്യൂച്ചർ പീരീഡിലേക്കാണ് നമ്മൾ അതുകൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം ഡിസൈൻ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഫ്യൂച്ചർ പീരീഡ് ഫോർ വിച്ച് പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ഇൻ ഡിസൈനിങ് ദ കപ്പാസിറ്റി ഓഫ് വേരിയസ് കമ്പോണൻസ് ഓഫ് ദി വാട്ടർ സപ്ലൈ സ്കീം ഈസ് കോൾഡ് ഡിസൈൻ പീരീഡ്. അപ്പോൾ ഡിസൈൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷൻ എടുത്താലും അതിൻ്റെ മുൻപോട്ടുള്ള കാര്യവും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്തും കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന ഫ്യൂച്ചർ പീരീഡിനെയാണ് നമ്മൾ ഡിസൈൻ പീരീഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ ടോപ്പിക്കാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസൈൻ പീരീഡ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഏതാണെന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ലൈഫ് ഓഫ് കമ്പോണൻറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ ചാൻസസ് ഓഫ് ബിക്കമിങ് ഓൾഡ് ആൻഡ് ഒബ്സൊലീറ്റ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കമ്പോണൻസും യൂസ്ഫുൾ ആണോ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് നല്ല കമ്പോണൻസ് ആണോ, നല്ല ക്വാളിറ്റി ആണോ, ആ ക്വാളിറ്റി മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ പ്രൈസ് നമുക്ക് ആ പ്രൈസിനൊത്ത ക്വാളിറ്റി കിട്ടിയിട്ടുണ്ടോ. നമ്മളെപ്പോഴും നമ്മുടെ ഏതൊരു കൺസ്ട്രക്ഷൻ എടുത്താലും ആൾക്കാരെപ്പോഴും പറയുന്നത് ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു മീഡിയം പ്രൈസ്, ഒത്തിരി കൂടാനും പാടില്ല, എന്നാൽ കുറഞ്ഞു കഴിഞ്ഞാൽ അത് ലോ ക്വാളിറ്റി ആണെന്ന് പൊതുവെ ഒരു പറച്ചിലുണ്ട്. അപ്പോൾ ഒരു ആവറേജ് വാല്യൂ ആയിരിക്കണം. എന്നാൽ ആവറേജ് വാല്യൂ കാരണം അതിൻ്റെ ക്വാളിറ്റി കുറയാനും പാടില്ല, നല്ല ക്വാളിറ്റി ആയിരിക്കണം. അപ്പം അതിൻ്റെ ആ കമ്പോണൻറ്റ് സ്ട്രക്ചറിൻ്റെ ലൈഫ് കൂടും അല്ലേ. ക്വാളിറ്റി കൂടുതലാണെങ്കിൽ അതിൻ്റെ ലൈഫും കൂടുതലായിരിക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ ലൈഫ് കൂടിയാൽ തന്നെ അതിന് പഴക്കം അത്ര പ്രശ്നമായിരിക്കത്തില്ല. നേരെ മറിച്ച് ക്വാളിറ്റി കുറവാണെങ്കിൽ ആ കമ്പോണൻറ്റിൻ്റെ ലൈഫ് കുറയും, പെട്ടെന്നത് ചീത്തയായിപ്പോവും. അതാണ് ആദ്യത്തെ ഫാക്ടർ. ഇനി രണ്ടാമത്തേത്, നമ്മുടെ ഫ്യൂച്ചർ ടൈമിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സേഫ്റ്റി ഫാക്ടറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കമ്പോണൻസ് ആയാലും ഏത് സ്ട്രക്ചർ ആയാലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി യൂസ് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്ത കമ്പോണൻസും നമ്മുടെ വാട്ടർ സപ്ലൈ സിസ്റ്റവും നല്ല രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ യോജിക്കുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതെന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ട ഒരു ഫാക്ടറാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് ആൻഡ് മണി ഇൻവെസ്റ്റഡ്. നമ്മൾ ഈ ഒരു സ്ട്രക്ചറിന് വേണ്ടി മുടക്കിയ മണി അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ലാഭകരമായോ എന്നും കൂടെ നമ്മൾ നോക്കണം. നാലാമത്തെ നമ്മുടെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസൈൻ പീരീഡാണ് ആൻറ്റിസിപ്പേറ്റഡ് റേറ്റ് ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്. അതായത് നമ്മളിപ്പോൾ തൽക്കാലം ഒരു 15% പോപ്പുലേഷൻ ഗ്രോത്ത് വെച്ചിട്ടാണ് നമ്മുടെ വാട്ടർ സപ്ലൈ സ്കീം നമ്മൾ ഡിസൈൻ ചെയ്തത് എന്ന് വെക്കുക. ചിലപ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അവിടെ 15 എന്നുള്ളിടത്ത് ചിലപ്പോൾ എന്ത് പറ്റും, 15,000 പേര് വന്നു എന്ന് വെക്കുക. അപ്പോൾ ഈ വാട്ടർ സപ്ലൈ സിസ്റ്റം നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉപയോഗിച്ച് ചെയ്താലും ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയി അല്ലെങ്കിൽ അത് സക്സസ്ഫുൾ ആയി എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നമ്മൾ പറ്റുന്നത്രയും വലുപ്പവും ഫാക്ടർ ഓഫ് സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും എന്തൊരു സ്ട്രക്ചറും, വാട്ടർ സപ്ലൈ സിസ്റ്റത്തിൻ്റെ കാര്യം മാത്രമല്ല എന്തൊരു സ്ട്രക്ചറും നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. ഇത് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സെൻസസ്. നമുക്കൊക്കെ കേട്ട് പരിചയമുള്ളൊരു വാക്കാണ് സെൻസസ്. എന്തായിരിക്കും സെൻസസ്? നമ്മുടെ
ഒരു കൺട്രി എടുക്കുകയാണെങ്കിൽ ആ കൺട്രിയിൽ അല്ലെങ്കിൽ ആ രാജ്യത്ത് ഉള്ള പ്രസൻറ്റ് ആയിട്ടുള്ള കണ്ടീഷനിലുള്ള പോപ്പുലേഷൻ, അതായത് ഇപ്പോൾ നിലവിൽ ആ കൺട്രിയിൽ എത്രമാത്രം ആൾക്കാരുണ്ട്, എത്രമാത്രം ആൾക്കാർ താമസിക്കുന്നുണ്ട് എന്നുള്ള കണക്കാണ് സെൻസസ് എന്ന് പറഞ്ഞാൽ. ഇനി എന്തൊക്കെയാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് നോക്കാം. എക്കണോമിക് ഫാക്ടേഴ്സ്. നല്ല രീതിയിൽ പൈസയൊക്കെ ഉള്ള നാടാണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും, അവിടെ നിന്ന് കുറേ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ കുറേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കുറേ ആൾക്കാർ ഈ പറഞ്ഞ നല്ല എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ ഉള്ള നാട്ടിലേക്ക് വന്ന് താമസിക്കാൻ തുടങ്ങും. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ അഫക്റ്റിംഗ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ബർത്ത്. അതായത് ജനനം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സോഷ്യൽ ഫെസിലിറ്റീസ് നല്ലപോലെയുള്ള രാജ്യം അല്ലെങ്കിൽ ഒരു പ്ലേസ് ഒക്കെ ആണെങ്കിൽ അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഇനി ഡെത്തിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് പറ്റും, പോപ്പുലേഷൻ്റെ റേറ്റ് കുറവായിരിക്കും. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും കുറേ പേര് ഗൾഫിലേക്കും അമേരിക്കയിലും ഒക്കെ ജോലിക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ചിലപ്പോൾ സ്ഥിരമായിട്ട് താമസിക്കാം അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് താമസിക്കാം. അപ്പം നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ കുറവാണ് അല്ലേ, മൈഗ്രേഷൻ കാരണം. അപ്പോൾ അതാണ് മൈഗ്രേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ടൂറിസം എന്ന് വെച്ചാൽ ഇപ്പം മറ്റുള്ള രാജ്യത്തിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ നമ്മുടെ കൺട്രി അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പം നിലവിൽ അവിടെ പോപ്പുലേഷൻ എവിടെ നിന്നാണോ അവർ പോകുന്നത് അവിടെ പോപ്പുലേഷൻ കുറഞ്ഞു. ഇപ്പോൾ അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് ആൾക്കാർ വരുന്നതെങ്കിൽ അമേരിക്കയിൽ നിലവിൽ പോപ്പുലേഷൻ കുറഞ്ഞു. ഇന്ത്യയിലേക്ക് ടെമ്പററി ആയിട്ട് അവർ ടൂറിസത്തിന് വരുന്നതല്ലേ, അപ്പോൾ ഇന്ത്യയിൽ പോപ്പുലേഷൻ കൂടി. ഇനി കലാമിറ്റീസ് എന്ന് പറഞ്ഞാൽ എർത്ത് ഗുജറാത്തിലൊക്കെ എർത്ത് വരുന്ന സാഹചര്യത്തിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടു പോകും. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അവർ സ്ഥലങ്ങൾ മാറി അവരെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലെങ്കിൽ അവർ വേറെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകും. അങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റും, അവിടെ പോപ്പുലേഷൻ കുറയും. ഇവരെവിടെയാണോ വന്ന് പുതിയതായിട്ട് താമസിക്കുന്നത് അവിടെ പോപ്പുലേഷൻ കൂടും. ഇനി ഞാൻ സൈഡിൽ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ നമ്മുടെ ഓരോ സ്ട്രക്ചറിനും വാട്ടർ സപ്ലൈ സ്കീം നമ്മൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ സ്ട്രക്ചറിനെ അനുസരിച്ച് വാട്ടർ സപ്ലൈ സ്കീമിനുള്ള ഡിസൈൻ പീരീഡ് അത് എത്രമാത്രം നിൽക്കും എന്നാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് റഫായിട്ടൊരു വാല്യൂ കൊടുത്തിരിക്കുകയാണ്. ഡാമിനാണെങ്കിൽ ഡിസൈൻ പീരീഡ് 50 ആയിരിക്കും. ഇൻഫിൽട്രേഷൻ വർക്ക്, അതായത് നമ്മൾ വെള്ളത്തിലേക്ക് നമ്മുടെ വെള്ളം ഭൂമിയിലേക്ക് പെർക്കുലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വാട്ടർ സപ്ലൈ സ്കീമിന് 30 years ഓഫ് ഡിസൈൻ പീരീഡ് ആയിരിക്കും. ഇനി പമ്പിങ്, അതായത് പ്രൈം ഹൗസ് ഇലക്ട്രിക്കൽ മോട്ടർ ആൻഡ് പമ്പ്സിൻ്റെയൊക്കെ 30 and 15 ഡിസൈൻ പീരീഡ് ആയിരിക്കും. ഇയറിലാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ്സിനൊക്കെ 15 year ആയിരിക്കും. പൈപ്പ് കണക്ഷന് 30 year ആയിരിക്കും. ഇനി നമ്മുടെ ഈ വീഡിയോയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഐഡിയൽ പോപ്പുലേഷൻ ഗ്രോത്ത് കർവ്. ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഗ്രാഫ് നിങ്ങൾ എക്സാമിനായാലും നിങ്ങളുടെ ഡിസൈനിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഒരു ഗ്രാഫാണ്. അടുത്ത ഫോർകാസ്റ്റിംഗ് മെത്തേഡിലും നമുക്ക് ഈ ഗ്രാഫ് വേണ്ടതാണ്. അപ്പോൾ ഇത് ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ടൈം എക്സ് ആക്സിസിലും പോപ്പുലേഷൻ പി എന്ന് പറയുന്നത് വൈ ആക്സിസിലുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, ഈ ഗ്രാഫ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, എ പോപ്പുലേഷൻ വേഴ്സ് ടൈം ഫോർ എ ഡെവലപ്പിംഗ് സിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പോപ്പുലേഷനും ടൈമും തമ്മിലുള്ള ഒരു ഗ്രാഫാണ്. ആരുടെ? ഡെവലപ്പിംഗ് സിറ്റിയുടെ ഗ്രാഫാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി എന്തൊരു വാല്യൂ കൂടുമ്പോൾ അതിനൊരു മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ ആ പർട്ടിക്കുലർ വാല്യൂവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിമം വാല്യൂ. ആ ഒരു ഒപ്റ്റിമം വാല്യൂ കഴിഞ്ഞാൽ അതെന്ത് പറ്റും, ആ വാല്യൂ താഴ്ന്ന് തിരിച്ച് താഴേക്ക് സീറോയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ഒരു മാക്സിമം അല്ലെങ്കിൽ ഒരു സാച്ചുറേഷൻ വാല്യൂ ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ പോപ്പുലേഷൻ ഓഫ് എ സിറ്റി ഒരു സാച്ചുറേഷൻ വാല്യൂ വരെ പോകുള്ളൂ. അത് കഴിഞ്ഞാൽ, അതായത് PS എന്ന ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആ വാല്യൂ വരെ പോവുള്ളൂ. അത് കഴിഞ്ഞാൽ തിരിച്ച് ആ ഗ്രാഫ് എയിലേക്ക് തന്നെ തിരിച്ചു വരും. കണ്ടില്ലേ, ആ വരെ സാച്ചുറേഷൻ വാല്യൂ PS ആണ്. അത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഇതുപോലെ തന്നെ താഴ്ന്ന് ഒരു മല പോലെ താഴ്ന്നു വന്നിട്ട് എയിലേക്ക് തന്നെ തിരിച്ചു വരും. എല്ലാ പോപ്പുലേഷനും ഈ പറഞ്ഞ ലോജിസ്റ്റിക് കർവ്, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരാണ് എസ് ഷേപ്പിലായതുകൊണ്ട് എസ് കർവ് എന്നും വിളിക്കും. ഈ ഒരു ലോജിസ്റ്റിക് കർവ് അനുസരിച്ചായിരിക്കും എല്ലാ പോപ്പുലേഷനും ഗ്രോ ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു സാച്ചുറേഷൻ വാല്യൂ ഇങ്ങനെ താഴേന്ന് എയിന്ന് തുടങ്ങി അത് ഒരു സാച്ചുറേഷൻ വാല്യൂ PS വരെ എത്തും. അതായത് E എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തും. കഴിഞ്ഞാൽ തിരിച്ചത് Eന്ന് നേരെ താഴ്ന്ന് അത് A എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് തന്നെ തിരിച്ചു വരും. AB എന്ന് പറയുന്ന ആ
ഒരു ലൈനാണ് അല്ലെങ്കിൽ ആ ഒരു കർവാണ് ഇയർലി ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ DP/DT റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ എന്നാണ് DP കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ ടൈമാണ് DT. അപ്പോൾ DP/DT ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ. അപ്പോൾ ഇതൊരു ലോഗ് ഗ്രോത്ത് ആണ് അല്ലെങ്കിൽ ഒരു S ഗ്രോത്ത് ആണ്, അവിടെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത BD എന്ന് പറയുന്ന ആ കർവ് എടുക്കുകയാണെങ്കിൽ ഗ്രോത്ത് ഒരു കോൺസ്റ്റൻറ്റ് റേറ്റിലാണ്. അത് പയ്യെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ആണ്. അതായത് ഒരു കൊല്ലത്തിൽ ഗ്രോത്ത് 1% കൂടിയെങ്കിൽ രണ്ടാമത്തെ കൊല്ലവും 1, അങ്ങനെ 1% വെച്ച് കൂടുകയാണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ BD എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് അറ്റ് എ കോൺസ്റ്റൻറ്റ് ഇൻക്രീസ് ആയിരിക്കും. അതിനെ സൂചിപ്പിക്കുന്നത് DP/DT, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പോപ്പുലേഷൻ ഡിവൈഡ് ബൈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടൈം ഈസ് ഈക്വൽ ടു K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇനി അടുത്തതാണ് D എന്ന് പറയുന്ന കർവ്. അതായത് ഗ്രോത്ത് അറ്റ് ഡിക്രീസ്ഡ് റേറ്റ്, അതായത് ഗ്രോത്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടെ PS-P DP/DT ഈസ് ഈക്വൽ ടു PS-P എന്ന് കാണിച്ചിരിക്കുന്നത്. PS സാച്ചുറേഷൻ വാല്യൂ ആണ്. സാച്ചുറേഷൻ വാല്യൂവിനെ നമ്മുടെ പോപ്പുലേഷനിൽ നിന്ന്, അതായത് ഇനിഷ്യൽ പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് DP/DT എന്ന് പറയുന്ന DE കിട്ടും. അവിടെ തൊട്ട് നമ്മുടെ പോപ്പുലേഷൻ കുറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ AB ഇയർലി ഗ്രോത്ത് ആണെന്നും BD കോൺസ്റ്റൻറ്റ് ഗ്രോത്ത് ആണെന്നും DE ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആണെന്നും പറയുന്നത്. DE ഡിക്രീസ്ഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ആവാൻ കാര്യം എന്താ? അവിടെയാണ് സാച്ചുറേഷൻ വാല്യൂ ഉള്ളത്. അതിനുശേഷം നമ്മുടെ ഗ്രോത്ത് കുറയാൻ തുടങ്ങും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.